ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ശക്തം. ഈ മാസം 20-നും 25-നും നടക്കുന്ന 5ഉം 6ഉം ഘട്ടങ്ങളുടെ ഒരുക്കങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. മലപ്പുറത്ത് 5 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മുൻകരുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ്. ഇടുക്കി ജില്ലയിലുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി മന്ത്രി പി പ്രസാദ് ഉൾപ്പെടെയുള്ള സംഘം വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം തുടങ്ങി. സുരക്ഷിതമായ നാളേക്കായി നമ്മുടെ ഉത്തരവാദിത്തം എന്ന പ്രമേയവുമായി ഇന്ന് ഡെങ്കിപ്പനി ദിനം. കാലവർഷം ഈ മാസം 31-ന് കേരളത്തിലെത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ശക്തം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും ഉത്തർപ്രദേശിൽ പ്രചാരണം നടത്തും. 11 ലോക്സഭാ മണ്ഡലങ്ങളിലായി 7 റാലികളിൽ അദ്ദേഹം പങ്കെടുക്കും. ജൌൻപൂർ, ഭദോഹി, പ്രതാപ്ഗഡ്, അസംഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ അദ്ദേഹം പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. BJP നേതാവ് യോഗി ആദിത്യനാഥും SP അധ്യക്ഷൻ അഖിലേഷ് യാദവും BSP അധ്യക്ഷ മായാവതിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഫത്തേപൂരിൽ ഇന്ന് പ്രചാരണത്തിനിറങ്ങും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി സഹോദരൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി റായ്ബറേലിയിൽ പ്രചാരണം നടത്തും. കർണാടക ഉപമുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ DK ശിവകുമാർ ലക്നൌവിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 5-6 ഘട്ടങ്ങളുടെ ഒരുക്കങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലോകനം ചെയ്തു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ നിരീക്ഷകരുമായി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെയാണ് സംവദിച്ചത്. ഈ മാസം 20-ന് 5ാം ഘട്ടവും 25-ന് 6ാം ഘട്ടവും നടക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കുന്ന ഒഡീഷയിൽ പ്രചാരണം ഊർജിതമാക്കി ഭരണ പ്രതിപക്ഷ കക്ഷികൾ. BJP അധ്യക്ഷൻ JP നഡ്ഡ ഇന്ന് ഭുവനേശ്വറിൽ റോഡ് ഷോ നടത്തും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് ഒഡീഷ സന്ദർശിക്കും. BJD അധ്യക്ഷനും ഒഡീഷ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക് ഇന്ന് ഭുവനേശ്വറിൽ റോഡ് ഷോ നടത്തും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ ചൈന സന്ദർശനത്തിനായി ബെയ്ജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. റഷ്യൻ പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റ ശേഷം പുടിൻ നടത്തുന്ന ചൈന സന്ദർശനം ഏറെ നിർണായകമായാണ് വിലയിരുത്തപ്പെടുന്നത്. മലപ്പുറം മൂന്നിയൂർ കളിയാട്ടമുക്കിലെ 5 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ്. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. തിരൂരങ്ങാടി താലൂക്കിലെ മൂന്നിയൂർ കളിയാട്ടമുക്കിലെ 5 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി. രാവിലെ മുതൽ പ്രത്യേക മെഡിക്കൽ സംഘം വീടുകൾ തോറും സന്ദർശനം നടത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റിവരുന്നു. പ്രദേശത്തെ എല്ലാ കിണറുകളും ക്ലോറേഷൻ നടത്തുന്നു. പനി കേസുകളൊന്നും പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ബോധവൽക്കരണ നോട്ടീസുകൾ വിതരണം ചെയ്യാനും സാമൂഹിക മാധ്യമങ്ങളടക്കം മെഡിക്കൽ ഓഫീസറുടെ പ്രത്യേക ബോധവൽക്കരണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതും ആരംഭിച്ചിട്ടുണ്ട്. പുഴയിൽ നിന്നാണ് അണുബാധ ഉണ്ടാകുന്നത് സംശയത്തിനാൽ പരിസരങ്ങളിലെ കടവുകളിൽ ഇറങ്ങരുതെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുഴയിൽ ഇറങ്ങി കുളിക്കുന്നത് തൽക്കാലത്തേക്ക് ഒഴിവാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ നിന്ന് വെള്ളം സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ശാരീരിക അസ്വസ്ഥതകൾ, പനി തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവരെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കാനും നടപടികൾ നടന്നുവരുന്നു. മുംബൈ പരസ്യ ബോർഡ് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 16ആയി. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഘാട്ട്കോപ്പറിലെ പെട്രോൾ പമ്പിൽ കാറ്റും മഴയും കാരണം ബോർഡ് തകർന്നു വീണത്. സംഭവത്തിൽ 75ഓളം പേർക്ക് പരിക്കേറ്റു. വരൾച്ചയെ തുടർന്ന് ഇടുക്കി ജില്ലയിലുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി എത്തിയ കൃഷിമന്ത്രി പി പ്രസാദ്, മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൃഷിയിടങ്ങളിൽ സന്ദർശനം തുടങ്ങി. കുമളി വെള്ളാരംകുന്നിലായിരുന്നു ആദ്യ സന്ദർശനം. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇക്കൊല്ലമുണ്ടായ രൂക്ഷമായ വരൾച്ച ഇടുക്കി ജില്ലയുടെ കാർഷിക മേഖലയെ സാരമായി ബാധിച്ചിരുന്നു. 17,451.52 ഹെക്ടർ സ്ഥലത്താണ് കൃഷിനാശമുണ്ടായിട്ടുള്ളത്. 175.54 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് ഇതുവരെയുള്ള ഔദ്യോഗിക കണക്ക്. ഏലം ഉൾപ്പെടെ എല്ലാ നാണ്യവിളകളെയും പച്ചക്കറി കൃഷിയെയും വരൾച്ച ബാധിച്ചു. ഈ സാഹചര്യത്തിലാണ് കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തുന്നത്. കുമളിക്ക് പുറമെ ആനവിലാസം, വള്ളക്കടവ് പ്രദേശങ്ങളിലും മന്ത്രിതല സംഘം സന്ദർശനം നടത്തുന്നുണ്ട്. കൃഷിയിടങ്ങളിലെത്തുന്ന മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലുള്ള സംഘം കർഷകരിൽ നിന്നും വിവരശേഖരണവും നടത്തുന്നുണ്ട്. സന്ദർശനത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് ശേഷം കട്ടപ്പനയിൽ അവലോകന യോഗവും നടത്തും. ഇന്ത്യയിലെ ഏറ്റവും വലിയ നൈപുണ്യ പ്രദർശനമേളയായ ദി ഇന്ത്യ സ്കിൽസ് 2024 ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. അടുത്ത 4 ദിവസങ്ങളിൽ 30 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 900-ലധികം വിദ്യാർത്ഥികൾ പരമ്പരാഗത കരകൗശല വസ്തുക്കൾ മുതൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ വരെയുള്ള 61 വ്യത്യസ്ത മേഖലകളിൽ തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കും.
തെക്കൻ ഗാസ നഗരമായ റഫയിലെ ആക്രമണം ആഴ്ചകൾ മാത്രം നീണ്ടു നിൽക്കുന്നതായിരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. റഫ ആക്രമണത്തിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ചില വിയോജിപ്പുകൾ ഉണ്ടെന്നും എന്നാൽ സ്വന്തം നിലനിൽപ്പും ഭാവിയും ഉറപ്പാക്കാൻ ആവശ്യമായത് ചെയ്യേണ്ടതുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെക്കുമെന്ന US പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിന്റെ വിശദീകരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഹജ്ജ് ക്യാമ്പിനോടനുബന്ധിച്ചുള്ള ഹജ്ജ് സെൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഹജ്ജ് സെല്ലിൽ പ്രവർത്തിക്കുക. റിട്ടയർഡ് SP U അബ്ദുൽ കരീം നേതൃത്വം നൽകും. തീർത്ഥാടകരുടെ യാത്രാരേഖകളും ലോഹവള, തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയവയും ഹജ്ജ് സെൽ മുഖേന വിതരണം ചെയ്യും. കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധുവിനെ ഭർത്താവ് മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. പ്രത്യേക അന്വേഷണ സംഘം പറവൂരിലെത്തി പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി. ഭർത്താവ് രാഹുലിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. സംഭവത്തിൽ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. വനിതാ ശിശുവികസന വകുപ്പ് നിയമസഹായം വാഗ്ദാനം ചെയ്തു. ഇന്ന് ഡെങ്കിപ്പനി ദിനം. കാലാവസ്ഥയിലെ വ്യതിയാനം ഡെങ്കിപ്പനി വ്യാപനത്തിന് കാരണമാകുമെന്നതിനാൽ ജാഗ്രത അനിവാര്യമാണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും RMOയുമായ ഡോക്ടർ G മോഹൻ റോയ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഡെങ്കിപ്പനി സ്വാഭാവികമായും കാലാവസ്ഥയിലെ വ്യതിയാനം വരുന്ന ഒരു സമയത്തുണ്ടാകുന്ന ഒരു പനിയാണ്. ഭയപ്പെടേണ്ടതില്ലെങ്കിലും ചില പ്രത്യേക രോഗാവസ്ഥകളിലുള്ളവരിലുമൊക്കെ മരണകാരണമായേക്കാവുന്ന ഒരു പനി എന്നതിനപ്പുറം ഇത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും തൊഴിൽ ദിനത്തിനുണ്ടാകുന്ന നഷ്ടങ്ങളും ഒക്കെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ കൊതുകുകളിലൂടെയാണ് ഈ രോഗം പകരുന്നത്. അതുകൊണ്ട് തന്നെ കൊതുകിനെതിരായിട്ടുള്ള വിവിധ പ്രതിരോധ മാർഗങ്ങളാണ് നാം അനുവർത്തിക്കേണ്ടത്. കൊതുകിന് പെറ്റുപെരുകാനുള്ള അവസരം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ തന്നെ പൂച്ചെടികളിലും മറ്റും വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് വളരെ പ്രയോജനപ്രദമാണ്. അതുപോലൊപ്പം തന്നെ കൊതുകിനെതിരായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ, ഇത് മസ്കിറ്റോ കോയിലുകൾ ഉപയോഗിക്കുന്നത്, മസ്കിറ്റോ റെപ്പലന്റുകൾ ഉപയോഗിക്കുന്നത്, കൊതുക് വലകൾ ഉപയോഗിക്കുന്നത് തുടങ്ങി പ്രതിരോധ മാർഗങ്ങൾ നാം എടുക്കേണ്ടതാണ്. ഇത്തരം പ്രതിരോധ മാർഗങ്ങളിലൂടെ ഫലപ്രദമായി നമുക്ക് ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ സാധിക്കും. ചെറിയ പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ധാരാളം വെള്ളം കുടിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ആരോഗ്യ പ്രവർത്തകരെ സമീപിക്കുകയും അതിനുവേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. ഈ മഴക്കാലം ഡെങ്കുരഹിത കാലമാക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. കാലവർഷം ഈ മാസം 31-ന് കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പരമാവധി 4 ദിവസം വരെ മുന്നോട്ടോ പിന്നോട്ടോ ആകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ 8-നാണ് കാലവർഷം എത്തിയത്. കേരളത്തിൽ വേനൽ മഴ തുടരുകയാണ്. 9 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്ത്യയുടെ ഇതിഹാസ താരം സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് 39-കാരനായ ഛേത്രി തീരുമാനമറിയിച്ചത്. ജൂൺ 6-ന് കുവൈത്തിനെതിരെ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് ശേഷം വിരമിക്കുമെന്ന് ഛേത്രി വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കണ്ണൂർ ജില്ലാ പോലീസ് ദി ബ്രദേഴ്സ് ക്ലബ് കണ്ണൂരുമായും സ്പിരിറ്റഡ് യൂത്ത്സ് ക്ലബ് കണ്ണൂർ ലക്കി സ്റ്റാർ ക്ലബ്ബുമായും ഏറ്റുമുട്ടും. ഇന്നലെ കാഞ്ഞിരോട് ജനതാ സ്പോർട്സ് ക്ലബ് ജൂനിയർ റെഡ് സ്റ്റാർ കണ്ണൂരിനെയും യങ് ചലഞ്ചേഴ്സ് സ്പോർട്സ് ക്ലബ് കണ്ണൂർ ജിംഖാന സ്പോർട്സ് ക്ലബ്ബിനെയും പരാജയപ്പെടുത്തി. ചികിത്സ കിട്ടിയില്ലെന്നാരോപിച്ച് വയോധികയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ പ്രതിഷേധിച്ചത് സംഘർഷത്തിനിടയാക്കി. ഇന്നലെ രാത്രി 12:30-യോടെയാണ് സംഭവം. പുന്നപ്ര 5-ൽ ഉമൈബയുടെ മൃതദേഹവുമായിട്ടായിരുന്നു പ്രതിഷേധം. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തുടക്കം കുറിച്ചുള്ള നീരെഴുന്നള്ളത്ത് ഇന്ന് നടക്കും. അടിയന്തര യോഗക്കാരും ആചാര്യന്മാരും സ്ഥാനികരും സമുദായിയുടെയും പടിഞ്ഞീറ്റയുടെയും നേതൃത്വത്തിൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിച്ച് കൂവയിലയിൽ ബാവലി തീർത്ഥം കൊണ്ടുപോയി സ്വയംഭൂവും പരിസരവും ശുദ്ധിയാക്കുന്ന ചടങ്ങാണ് നീരെഴുന്നള്ളത്ത്. തമിഴ്നാട് കമ്പത്ത് 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. റോഡിൽ നിർത്തിയിട്ട കാറിനകത്താണ് മൃതദേഹങ്ങൾ. 2 പുരുഷന്മാരുടെയും 1 സ്ത്രീയുടെയും മൃതദേഹമാണ് കാറിനുള്ളിലുള്ളത്. മരിച്ചവർ മലയാളികളാണെന്ന് സംശയിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ശക്തം. ഈ മാസം 20-നും 25-നും നടക്കുന്ന 5ഉം 6ഉം ഘട്ടങ്ങളുടെ ഒരുക്കങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. മലപ്പുറത്ത് 5 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മുൻകരുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ്. ഇടുക്കി ജില്ലയിലുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി മന്ത്രി P. പ്രസാദ് ഉൾപ്പെടെയുള്ള സംഘം വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം തുടങ്ങി. സുരക്ഷിതമായ നാളേക്കായി നമ്മുടെ ഉത്തരവാദിത്തം എന്ന പ്രമേയവുമായി ഇന്ന് ഡെങ്കിപ്പനി ദിനം. കാലവർഷം ഈ മാസം 31-ന് കേരളത്തിലെത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.